മഴയിൽ നനഞ്ഞു കുളിച്ച് അവളെയും നോക്കി ഒരു പുഞ്ചിരിയോടെ കൈകെട്ടി നിൽക്കുന്നു അഗ്നി. അവൾ അവനെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കി. ഇത്രയും നാൾ കണ്ടതുപോലെയല്ല, എന്തൊക്കെയോ ഒരു മാറ്റം അവനും കണ്ടിരുന്നു. അവളുടെ മെയ് മാറ്റാതെയുള്ള നോട്ടം. അവൻ ഒരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അപ്പോഴും അത്ഭുതത്തോടെ തന്നെ നോക്കുന്നവളുടെ മുഖത്തിനു നേരെ മുഖം കുനിച്ച് തലയൊന്ന് ശക്തിയിൽ കുടഞ്ഞു. അവളൊന്ന് ഞെട്ടി. അവനിൽ നിന്നും മെയ് പിൻവലിച്ചു. ആകെ നനഞ്ഞു നിൽക്കുന്ന അവന് കയറാനായി അവൾ വഴിമാറി. താൻ അവൾക്കടുത്തൂടെ വരുമ്പോൾ വെള്ളം അവളുടെ ദേഹത്താവാതിരിക്കാനായി ഒതുങ്ങി നിൽക്കുന്നവളെ ഒന്ന് നോക്കിയവൻ നിമിഷനേരം കൊണ്ട് അവളുടെ കൈകളിൽ പിടിച്ചു മുറ്റത്തെ മഴയിലേക്ക് ഇറങ്ങിയിരുന്നു. അമ്പരപ്പോടെ തന്നെ മിഴിച്ചു നോക്കുന്നവളെ നോക്കിയവൻ. ശക്തിയിൽ പെയ്യുന്ന ആ മഴ അവളെ ആകെ നനച്ചു. അവന്റെ കണ്ണുകൾ അറിയാതെ അവളിലൊന്ന് അലഞ്ഞു. ക്രീം കളർ ചുരിദാർ നനഞ്ഞു കുതിർന്നു അവളുടെ ശരീരത്തോട് ഒട്ടിനിന്നു. വരച്ചു വെച്ചതുപോലുള്ള അവളുടെ വടിവൊത്ത ശരീരവും തലയിൽ നിന്നും അവളുടെ നാസികയിലൂടെ ചുവന്ന ചുണ്ടിലേക്ക് പതിക്കുന്ന മഴത്തുള്ളിയും അവന്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു. അവൻ പതിയെ അവൾക്കടുത്തേക്ക് ചുവടുവെച്ചു. തന്നെ മിഴിച്ചു നോക്കുന്ന അവളുടെ മൂക്കിൻ തുമ്പിലെ വെള്ളം അവൻ തട്ടിത്തെറിപ്പിച്ചു. അവൾ അവനെ മുഖമുയർത്തി നോക്കിയതും അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി. അതേ നിമിഷം തന്നെ അവളെ ചുറ്റിപ്പിടിച്ച് അവൻ അവനിലേക്ക് ചേർത്തു. തന്നെ പകപ്പോടെ നോക്കുന്ന അവളുടെ മുഖമാകെ അവന്റെ കണ്ണുകൾ ഓടി നടന്നു. അവസാനം പാതി വിടർന്നു നിൽക്കുന്ന അവളുടെ ചുവന്ന അതരത്തിൽ എത്തിനിന്നു. നനഞ്ഞൊട്ടിയ അവളുടെ ശരീരം അവനിലേക്ക് ഒന്നുകൂടെ അമർന്നു. അവളുടെ ശരീരത്തിന്റെ മൃദുലത അവനിൽ ഒരു വിറയൽ പടർത്തി. ഈശാനി, അവൻ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് വിളിച്ചു. അവന്റെ ശ്വാസത്തിന്റെ ചൂട് അവളുടെ മുഖത്ത് തട്ടിയതും അവളൊന്ന് പിടഞ്ഞു. അവന്റെ മുഖം അവളുടെ അതരത്തിലേക്ക് താഴ്ന്നു. ഉണ്ണിയേട്ടാ, വേണ്ട, അവൾ പിടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരു തവണ, ഒരൊറ്റ തവണ ഇഷ, പ്ലീസ്. അവന്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുകി. വേണ്ട, അത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. വേണ്ട, എനിക്ക് ഉറങ്ങണം. അവന്റെ സാമീപ്യം തന്നെ തകർക്കുന്നത് പോലെ തോന്നി അവൾക്ക്. എന്നാൽ അതൊന്നും കേൾക്കാതെ അവളെ കൂടുതൽ അവനിലേക്ക് മുറുകെ പിടിച്ചു. മറുകൈ കൊണ്ട് അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അവനു നേർക്ക് അവളുടെ മുഖമൊന്ന് ഉയർത്തി അവൻ. അവളുടെ വിറക്കുന്ന ചുണ്ടുകളിലേക്കും മിഴികളിലേക്കും നോക്കിക്കൊണ്ടവൻ മുഖം അവളുടെ നേർക്ക് താഴ്ത്തി. അവളുടെ കൈകൾ അറിയാതെ അവന്റെ ഷർട്ടിൽ മുറുകി. ഉണ്ണിയേട്ടാ, അവൾ വീണ്ടും എന്തോ പറയാനായി നിന്നതും അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തിയിരുന്നു. അവളൊന്ന് വിറച്ചുകൊണ്ട് അവനോട് കൂടുതൽ ചേർന്നു. അതറിഞ്ഞതും അവനിൽ ഒരു ഭംഗിയുള്ള ചിരി വിരിഞ്ഞു. അവൻ അവളിൽ നിന്നും അകന്നു മാറി. അവളെ കൈകളിൽ കോരിയെടുത്ത് അകത്തേക്ക് നടന്നു. അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അകത്തെത്തിയതും അവൻ പുറംകാലുകൊണ്ട് വാതിൽ ചവിട്ടിയടച്ചു. അത് കണ്ടതും അവൾ അവന്റെ കയ്യിൽ നിന്നും പിടഞ്ഞിറങ്ങി. വീണ്ടും അവളെ പിടിച്ചു തന്നോട് ചേർത്തു നിർത്തി അവൻ. ഞാൻ അപ്പടി നനഞ്ഞിരിക്കുവാ, അവൾ പതിയെ പറഞ്ഞു. അവൻ അവളെ കണ്ണിമയ്ക്കാതെ നോക്കി. നനഞ്ഞൊട്ടിയ വസ്ത്രം അവൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് തോന്നി അവന്. പോയി ഡ്രസ്സ് മാറി വല്ലതും കഴിച്ചു കിടന്നോ? ഞാൻ കഴിച്ചിട്ടാ വന്നത്. അതിനൊന്ന് മൂളി അവൾ പതിയെ റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയതും വാതിലടച്ച് അവൾ അതിൽ ചാരി നിന്ന് കിതച്ചു. അവന്റെ പെർഫ്യൂമിന്റെ ഗന്ധം എന്നിലാകെ അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ അത് ഉള്ളിലേക്ക് വലിച്ചെടുത്തു. ഭക്ഷണം കഴിഞ്ഞ് പുറത്തെ ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവൻ ഹാളിൽ സോഫയിൽ കിടക്കുന്നുണ്ട്. താൻ താഴെ തനിച്ചായതുകൊണ്ടാണ് അവൻ അങ്ങനെ കിടക്കുന്നത് എന്നവൾക്ക് മനസ്സിലായി. അവൻ തന്നെ കാണുന്നതിന് മുൻപേ അവൾ റൂമിലേക്ക് നടന്നു. രാവിലെ ആരുടെയോ സംസാരം കേട്ടാണ് അവൾ എണീറ്റത്. സമയം 7 മണിയാവുന്നു. ഇവിടെ എത്തിയതിനു ശേഷം പുലർച്ചെ എണീറ്റിരുന്ന അവളെ അവരൊക്കെ വഴക്കു പറഞ്ഞാണ് അവളുടെ ടൈം 7 ആക്കിയത്. ആദ്യമൊക്കെ അവൾക്ക് മടി തോന്നിയിരുന്നെങ്കിലും ഇപ്പോൾ അതൊരു ശീലമായി. അവളൊന്ന് ഫ്രഷായി പുറത്തേക്ക് നടന്നു. അവിടെ അവരൊക്കെ തിരിച്ചെത്തിയിരുന്നു. മോൾ ഇന്നലെ ഭയന്നോ?
ഇവനും ഇന്നലെ വരുന്നുണ്ടെന്ന് വൈകുന്നേരം വിളിച്ചപ്പോഴാണ് പറയുന്നത്. മോൾക്ക് വിളിച്ചപ്പോഴേക്കും റേഞ്ച് പോയി. വല്ലാതെ ഭയന്നോ? അവർ സ്നേഹത്തോടെ അവൾക്കടുത്തേക്ക് വന്നു. അത് ഭയന്നൊന്നുമില്ല. അപ്പോഴേക്കും ഉണ്ണിയേട്ടൻ വന്നു പറഞ്ഞുകൊണ്ടവൾ അവനെ ഇടം കണ്ണിട്ടൊന്ന് നോക്കി. അവളുടെ നോട്ടം കണ്ടതും അവന്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. അത് കണ്ടതും അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി. ലക്ഷ്മിയുടെ റൂമിൽ അവർ പോയ വിശേഷങ്ങളൊക്കെ കേട്ടിരിക്കുകയാണവൾ. ഒരു കഥ കേട്ടിരിക്കുന്ന കുട്ടിയെപ്പോലെ താൻ പറയുന്നതൊക്കെ ആകാംക്ഷയോടെ കേട്ടിരിക്കുന്നവളെ അവർ സ്നേഹത്തോടെ നോക്കി. അവർ അവൾക്കായി കൊണ്ടുവന്നതൊക്കെ എടുത്ത് അവൾക്ക് കൊടുത്തു. നിറയെ വളകളും പൊട്ടുകളും അങ്ങനെ പലതും അവൾക്ക് വേണ്ടി അവർ വാങ്ങിയിരുന്നു. ഇതെന്തിനാ അമ്മേ ഇത്രയൊക്കെ? ഇതൊക്കെ ഞാനിട്ട് എന്ന് തീരാനാ? ഞാനിതുപോലെ ഒരുപാട് ഇട്ടിരുന്നു നിന്റെ പ്രായത്തിലൊക്കെ. പിന്നെ അതൊക്കെ നിന്നു. അതിനുശേഷം ഇപ്പോഴതൊക്കെ വാങ്ങിക്കുന്നത്. ഇപ്പോഴല്ലേ എനിക്കൊരു മോളെ കിട്ടിയേ. അവരത് പറഞ്ഞ് അവളെ നോക്കി. അവൾ എഴുന്നേറ്റ് അവർക്കരികിൽ വന്നു നിന്നു. അവരുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഈ അമ്മയെ എനിക്കെന്നും വേണം, എൻ്റെ അമ്മയായിട്ട്. അവൾ പറഞ്ഞു വരുന്നത് താൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണോ എന്നറിയാൻ അവർ അവളെ ആകാംക്ഷയോടെ നോക്കി. മോളെന്താ പറയുന്നത്? മോൾക്ക് അഗ്നിയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? അവരവളെ ഉറ്റുനോക്കി. അമ്മയും അച്ഛനും അച്ഛമ്മയും ആഗ്രഹിക്കുന്നത് പോലെ ഒരു മോളാവാനും ഉണ്ണിയേട്ടൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭാര്യയാവാനും എനിക്ക് കഴിയുമോ എന്നറിയില്ല. എങ്കിലും ഞാൻ ശ്രമിക്കാം. തെറ്റ് വല്ലതും പറ്റിയാൽ അടിക്കുകയോ വഴക്ക് പറയുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഒരിക്കലും എന്നെ വെറുക്കരുത്. പിന്നെ പിന്നെ ഞാനില്ല. അവളുടെ വാക്കുകൾ ഇടറി. അവർ നിറഞ്ഞ കണ്ണുകളോടെ അവളെ ചേർത്ത് പിടിച്ചു. നീ എൻ്റെ മോളാ. നിനക്കൊരിക്കലും തെറ്റ് പറ്റില്ലെന്ന് ഈ അമ്മക്കറിയാം പറഞ്ഞുകൊണ്ടവർ അവളെ ചേർത്ത് പിടിച്ചു. നെറ്റിയിൽ ചുംബിച്ചു. ഞാനേ ഈ കാര്യം അവരോടൊക്കെ പറയട്ടെ. അവരൊക്കെ മോളുടെ ഈയൊരു വാക്കിനായി കാത്തു നിൽപ്പാണ്. അവളൊരു പുഞ്ചിരിയോടെ മൂളി. അച്ചമ്മ പറയുന്നതൊക്കെ കേട്ട് അവരുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് അഗ്നി. ഇടയ്ക്കിടെ കണ്ണുകൾ ഇഷാനിയുടെ റൂമിന് നേർക്ക് പാളി വീഴുന്നുണ്ട്. അമ്മ അവളുടെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടതും അവൻ പ്രതീക്ഷയോടെ അവരുടെ പുറകിലേക്ക് നോക്കി. എന്നാൽ അവളില്ലെന്ന് കണ്ടതും അവന്റെ മുഖം മങ്ങി. അമ്മേ, മഹിയേട്ടാ, മോൾക്ക് അഗ്നിയെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന്. അത് കേട്ടതും അവൻ അവരുടെ മടിയിൽ നിന്നും ചാടി എഴുന്നേറ്റു. നീ അവളെ നിർബന്ധിച്ചൊന്നും ഇല്ലല്ലോ ലക്ഷ്മി? ഇല്ല മഹിയേട്ടാ, അവളായി തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ. അത് കേട്ടതും അവൻ അവിടെ നിന്നും എണീറ്റു. ഞാനൊന്ന് സംസാരിക്കട്ടെ ഇഷാനിയോട്. അതും പറഞ്ഞവൻ അവളുടെ റൂമിന് നേർക്ക് നടന്നു.